മറ്റൊന്ന്, മണ്ഡലത്തിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയും രായിരിയും അതുപോലെ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളാണ്. വ്യാപകമായ വ്യാജ വോട്ടർമാർ, നിരവധി വോട്ടർമാരെയാണ് ഇവർ ചേർത്തിട്ടുള്ളത്. ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത്. രായിരി പഞ്ചായത്തിൽ മാത്രം ഏകദേശം 800ഓളം പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. പട്ടികയിൽ അവസാനമായി വന്ന പട്ടികയിലാണ്. സാധാരണഗതിയിൽ 18 വയസ്സ് 19 വയസ്സ് പുതിയ വോട്ടർമാരെയാണ് പട്ടികയിൽ ചേർക്കാറുള്ളത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീട് താമസം മാറിയാൽ ആ താമസക്കാരെ പുതിയതായി താമസിക്കുന്ന സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ചേർക്കാറുണ്ട്. ചിലപ്പോൾ വയസ്സായിട്ടുള്ളവരുണ്ടാവും. പക്ഷെ പ്രാരി പഞ്ചായത്തിൽ മാത്രം 800ഓളം പുതിയ വോട്ടർമാരിൽ 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവരാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 60 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് വ്യാപകമായി കോൺഗ്രസും BJPയും ചേർത്തിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ആളുകളെയൊന്നും വീടുകളിൽ കാണാനില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. പലരും വിവിധ പ്രദേശങ്ങളിലോ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ്. ഇപ്പോൾ ബൂത്ത് നമ്പർ 73 മുനിസിപ്പാലിറ്റിയിലാണ്. ക്രമനമ്പർ 431 KM ഹരിദാസ്. അദ്ദേഹം BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഇദ്ദേഹം വർഷങ്ങളായി പട്ടാമ്പിയിലെ താമസക്കാരനാണ്, സ്ഥിര താമസക്കാരനാണ്. പട്ടാമ്പിയിലെ വോട്ടറുമാണ്. സ്ഥിരം മേൽവിലാസം അദ്ദേഹത്തിൻ്റെ കൊച്ചുതൊടി ആമയൂർ PO പട്ടാമ്പി എന്നാണ്. പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 79 ക്രമനമ്പർ 491 ID കാർഡ് നമ്പർ അടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പട്ടാമ്പിയിലും വോട്ടറാണ്. അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും വോട്ടറാണ്. അതുപോലെ ജിതേഷ് BJPയുടെ നേതാവാണ്, ചാവക്കാട്ടുകാരനാണ്. അദ്ദേഹം ക്രമനമ്പർ 430 വോട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ 134 ബൂത്തിലെ ബൂത്ത് നമ്പർ 134 1434 ക്രമനമ്പർ വോട്ടറായ കോയപ്പ് TK കോയപ്പ് 1434 ക്രമനമ്പർ, അത് 134 ബൂത്തിൽ. അദ്ദേഹത്തിന് 135 ബൂത്തിൽ 855 നമ്പർ പ്രകാരം വോട്ടുണ്ട്. ഇദ്ദേഹം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനാഷീർ എന്ന ആളുടെ അടുത്ത ബന്ധുവാണ്. അതേ ബൂത്തിൽ തന്നെ 849 ക്രമനമ്പർ 853 പ്രകാരം താമസക്കാരല്ലാത്ത 2 പേരെ ചേർത്തിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും അവർ ആ വോട്ടർ പട്ടികയിലില്ല, പുതിയതായി ചേർത്തതാണ്. അതുപോലെ 105 ബൂത്തിലെ 786 വത്സല വോട്ടർക്ക് 166 ബൂത്തിൽ ക്രമം നമ്പർ 364 വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ പട്ടികയിൽ തന്നെ, ഇവിടെ വോട്ടർ പട്ടികയിൽ തന്നെ ഉണ്ട് വത്സലയെ. സാരി മാത്രമേ മാറ്റി കൊടുത്തിട്ടുള്ളൂ, പരിശോധിക്കാവുന്നതാണ്. കോയപ്പിന് 2 വോട്ടുള്ളത് ഇവിടെ ഉണ്ട്, ഈ വോട്ടർ പട്ടികയിൽ തന്നെ ഉണ്ട് 2 വോട്ട്. അതുപോലെ വത്സല 2 വിധം സാരി ഉടുത്തിട്ടാണ് അവര് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഒരേ ആള് നിങ്ങൾക്ക് പരിശോധിക്കാം.
വോട്ടർ പട്ടികയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പാർട്ടി കോൺഗ്രസ്. ഇപ്പൊ വ്യാപകമായി ഇത് ഒരു പഞ്ചായത്തിലാണ് 800 പേര്. അപ്പോൾ വാത്തൂരുണ്ട്, കണ്ണാടിയിലുണ്ട്, മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഇപ്പോൾ കോൺഗ്രസും BJPയും വലിയ രൂപത്തിലുള്ള വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുകയാണ്. അതുപോലെ 105-ാം ബൂത്തിൽ ക്രമനമ്പർ 116 734 മേരി, അവർക്ക് 2 വോട്ടുണ്ട്, 2 ബൂത്തിലായി. 106-ാം ബൂത്തിലെ ക്രമനമ്പർ 268 778 സരസ്വതി, അവർക്കും 2 വോട്ടുണ്ട്. ഞാനിപ്പോൾ ചില കാര്യങ്ങൾ മാത്രമാണ്, അത് ഞങ്ങളുടെ കയ്യിൽ തെളിവ് സഹിതം കിട്ടിയ കാര്യങ്ങളാണ്. ഇങ്ങനത്തെ 800 വോട്ടാണ് പ്രാരി പഞ്ചായത്തിൽ മാത്രം ഈ രൂപത്തിൽ ചേർത്തിയിട്ടുള്ളത്. അതുപോലെ കണ്ണാടിയിലെ ബൂത്ത് നമ്പർ 176, സീരിയൽ നമ്പർ 1538 രമേഷ്, മലമ്പുഴ മണ്ഡലത്തിൽ 208 ബൂത്ത് 89 സീരിയൽ നമ്പർ, 2 അവിടെ വോട്ടുണ്ട്. ജയരാമൻ, പ്രസന്നകുമാരി, ജയശ്രീ തുടങ്ങിയ എല്ലാവർക്കും എല്ലാം കോൺഗ്രസ്. പക്ഷെ നിങ്ങളാരും അന്വേഷിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ട് പോലും മാധ്യമങ്ങളാരും ഇവരുടെ വീടുകളിൽ കയറി ആരാണ് വോട്ടർമാർ എന്ന് അന്വേഷിക്കാമല്ലോ. അത് ചെയ്യേണ്ട ബാധ്യത. വ്യാജ വോട്ടർമാർ ഞങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ ആരോപണം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾക്ക് അതിനല്ല താല്പര്യം. മാധ്യമങ്ങൾക്ക് വിവാദത്തിന്റെ പുറകിൽ പോകാനാണ് താല്പര്യം. ഏകദേശം 2700-ഓളം വ്യാജ വോട്ടർമാരെയാണ് ഈ മണ്ഡലത്തിൽ ചേർത്തിയിട്ടുള്ളത്. എനിക്ക് 2700, അതായത് ഞാൻ ഈ പറഞ്ഞ 30 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള വോട്ടർമാരെ, അങ്ങനെ 2700 പേരെ വ്യാജ ID കാർഡ് എടുപ്പിച്ച് വോട്ടർമാരായി കോൺഗ്രസും BJPയും വ്യാപകമായി ചേർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എനിക്ക് തോന്നുന്നത് ആ കാര്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിച്ച റിപ്പോർട്ടർ ചാനൽ മാത്രമാണ്. ബാക്കി ചാനലുകാർക്കൊന്നും ഇതിനോട് താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ കൊടുത്തല്ലോ, പരാതി കൊടുത്തു. ഇന്നിപ്പോൾ ഞങ്ങൾ ഇലക്ട്രിക്കൽ ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ